ഞാൻ കുറച്ച് ദിവസമായിട്ട് കോഴിക്കോടുണ്ടായിരുന്നു, ഒരു സിനിമ സെറ്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. KLF-ൻ്റെ തലേ ദിവസം വീട്ടിൽ ചെന്നു, പാതിരാത്രി വീട്ടിൽ ചെന്നു. അവിടുന്ന് പിറ്റേന്ന് പുലർകാലത്ത് ഇങ്ങോട്ടേക്ക് പോയിരുന്നു. അപ്പോൾ കുചേലവൃത്തത്തിനകത്തെ ആ വരികൾ പോലെ പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ നിറഞ്ഞ ഉലകിരേഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയേക്കണം എന്നാണ്. പക്ഷേ എൻ്റെ പത്നി എഴുത്തിൽ കുചേലനായിട്ടുള്ള എനിക്ക് പ്രത്യേകിച്ചൊന്നും തന്നയച്ചില്ല. പക്ഷേ രാത്രിയിൽ എൻ്റെ കയ്യിലുള്ള ഒരു അവിൽപ്പൊതിയുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് പഴയ ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു 94-ലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കവറാണ്. ഇതിനകത്ത് ഒരു കഥയുണ്ടായിരുന്നു. വിഷുപ്പതിപ്പ് കഥാമത്സരത്തിൽ 2ാം സമ്മാനം കിട്ടിയത് രേഖ എന്ന എഴുത്തുകാരിക്കാണ്. 1ാം സമ്മാനം അന്ന് മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരനായിരുന്നു. അതേ വർഷം തന്നെ 94 മഹാരാജാസ് കോളേജ് മാഗസിൻ്റെ കവർ ചിത്രമാണ് ശ്രീജിത്ത് ഡി പിള്ള എഡിറ്റ് ചെയ്ത, സിനിമാ സംവിധായകനായിട്ടുള്ള അമൽ നീരദ് ഡിസൈൻ ചെയ്ത കോളേജ് മാഗസിനിൽ വധക്രമം എന്നൊരു കഥയുണ്ടായിരുന്നു. അതും ഇതേ സുഭാഷ് ചന്ദ്രനാണ് എഴുതിയത്. ഇത് ആ കാലം മുതൽ സൂക്ഷിച്ചു വെക്കുകയും ഏതാണ്ട് 94 കാലം മുതൽ ഈ എഴുത്തുകാരനെ പിന്തുടരുകയും ചെയ്യുന്ന എനിക്ക്, എഴുത്തിലെ കുചേലനായിട്ടുള്ള എനിക്ക്, എഴുത്തിലെ കുബേരനായിട്ടുള്ള ഈ വലിയ എഴുത്തുകാരന് കൊടുക്കാനുള്ള അവിൽപ്പൊതി ഇതാണ്. സദയം സ്വീകരിക്കണം. അങ്ങനെ ഈ കഥ 94-ലാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിലും 99-ലാണ് മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന കഥാസമാഹാരം അന്ന് SPCS ആണ് ഇറങ്ങുന്നത്. ഈ കവറോടുകൂടി ഇറങ്ങുന്നത് 99-ലാണ്. അതിനുശേഷം 2001-ൽ പർദീസ നഷ്ടം വരുന്നു. അതിൻ്റെ 1-ാം പതിപ്പാണിത്. 2006-ൽ തൽപ്പം വരുന്നു. 2010-ലാണ് മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന നോവൽ വരുന്നത്. ഈ പർദീസ നഷ്ടത്തിൽ ഒരു കഥയുണ്ട്. മനുഷ്യന് ഒരാമുഖം എന്ന നോവലിലെ 1-ാം അധ്യായം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഈ കഥയുടെ എഴുത്തിൽ നിന്ന് 2010-ലെ കന്നി നോവൽ രചനയിലേക്കുള്ള ആ എഴുത്തുവഴി ഒന്ന് വിശദീകരിച്ചാൽ, ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും പുതിയ ആൾക്കാർ, ഒരുപാട് ചെറുപ്പക്കാരടക്കം നിൽക്കുന്നത് കൊണ്ട് അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നല്ല വാക്കിനും ഈ സമ്മാനത്തിനും നന്ദി വിപിൻ. വിപിൻ ഇങ്ങനെ കുചേലിൽ നിന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും മലയാളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ്. സ്വന്തം നിലയ്ക്ക് തന്നെ വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാൻ സാധിച്ചുള്ള സന്തോഷം ആദ്യം പറയട്ടെ. മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ 1-ാം അധ്യായം എന്ന പേരിൽ ഒരു ചെറുകഥ ഞാൻ എൻ്റെ 26-27 വയസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വാസ്തവത്തിൽ മനുഷ്യനാമുഖം എന്ന നോവൽ എഴുതാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനു മുമ്പ് നോവൽ സംഗ്രഹം എന്ന പേരിലൊരു ചെറുകഥയും ഞാൻ എഴുതിയിട്ടുണ്ട്. നോവൽ സംഗ്രഹം എന്ന ചെറുകഥയെ ശരിക്കും മനുഷ്യനാമുഖം എന്ന നോവലിൻ്റെ ഒരു സിനോപ്സിസ് ആണെന്ന് പറയാം. അതായത് ഞാൻ കടുത്ത ഡിപ്രഷനൊക്കെ ഇടയ്ക്ക് അനുഭവിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഭാവിയെപ്പറ്റി, ആയുസ്സിനെ പറ്റിയൊന്നും വലിയ നിശ്ചയമില്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് എഴുതിയതൊക്കെ എങ്ങനെയെങ്കിലും അച്ചടിക്കാം, വളരെ കുറച്ച് വല്ലപ്പോഴും എഴുതുന്ന ആളാണ്. അപ്പോൾ അത് അച്ചടിച്ച് വച്ചേക്കാം, ആരെങ്കിലും കണ്ടോട്ടെ എന്ന് എഴുതിയിട്ട് കൊടുക്കുന്ന ശീലമുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ശ്രീകണ്ഠേശ്വരം പത്മനാഭമുള്ള ഒരു കീശാ നിഘണ്ടു പ്രസിദ്ധീകരിച്ചതിനെ പറ്റി പറയാനുണ്ട്. ശ്രീകണ്ഠേശ്വരം പത്മനാഭമുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടി പറയുകയാണ്, ശബ്ദധാരാവലി എന്ന് പറയുന്ന അതിമനോഹരമായ പേരുള്ള മലയാളത്തിൻ്റെ ഡിക്ഷണറി, നിഘണ്ടു എഴുതിയ ആളാണ് അദ്ദേഹം. അതിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ നിഘണ്ടുവിൽ സന്തോഷം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളൊരു പക്ഷേ തിരഞ്ഞാൽ കണ്ടെടുത്തേക്കാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഈ കീശാ നിഘണ്ടു എന്ന് പറയുന്ന ചെറിയൊരു നിഘണ്ടു ആദ്യം പ്രസിദ്ധീകരിച്ചതിൻ്റെ പിന്നിൽ അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത്, ശബ്ദധാരാവലി പോലെ ഒരു വലിയ പുസ്തകം എഴുതി തീർക്കാൻ എനിക്ക് സാധിക്കുമോ, എൻ്റെ ആയുസ് അതിനെന്നെ കാത്തുവച്ചേക്കുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എഴുതിയെടുത്തോളം സംഭരിക്കപ്പെട്ട വാക്കുകളുള്ള ഒരു കീശാ നിഘണ്ടു ഞാൻ പ്രസിദ്ധീകരിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ ഞാൻ എഴുതാൻ പോകുന്ന നോവലിൻ്റെ സിനോപ്സിസായി എഴുതി വച്ചിരുന്ന സംഗതിയാണ് ഞാൻ നോവൽ സംഗ്രഹം എന്ന പേരിൽ ആദ്യം ഒരു ചെറുകഥയായിട്ട് കൊടുത്തത്. അപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം ഇനിയിപ്പോൾ ഞാൻ മരിച്ചു പോയാലും ഇതിങ്ങനെ ഒരു ആശയമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് ജനം അറിയില്ലോ എന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ചാവുന്നില്ല, ഞാൻ പിന്നെയും തുടർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരധ്യായം എഴുതി തുടങ്ങാമെന്ന് വെച്ചാൽ ആദ്യം ഒരധ്യായം എഴുതി,
അത് ജിതേന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ 13 വയസ്സുള്ള ജിതേന്ദ്രൻ്റെ കാലഘട്ടം, ആ പ്രായമാണ് എഴുതിയത്. അത് കഴിഞ്ഞപ്പോൾ അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അത് ചെറുകഥയായിട്ട് കൊടുത്തപ്പോൾ അതിന് ഞാൻ ആഗ്രഹിച്ചിരുന്ന നോവലിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അധ്യായം എന്ന അർത്ഥത്തിൽ മനുഷ്യനൊരാമുഖം എന്ന നോവലിൻ്റെ 1-ാം അധ്യായം എന്നാണ് ആ ചെറുകഥയ്ക്ക് പേര് കൊടുത്തത്. അത് വി.പി. ശിവകുമാറിൻ്റെ പേരുള്ള കേളി പുരസ്കാരം കിട്ടി. അതെനിക്ക് സമ്മാനം തന്നത് സുഗതകുമാരി ടീച്ചറായിരുന്നു. ടീച്ചർ ആ സമ്മാനം തന്നിട്ട് പറഞ്ഞു, കുറച്ച് പുകഴ്ത്തലാണ്, സ്വയം പുകഴ്ത്തലാണ്, ക്ഷമിക്കണം വിപിൻ, ഇത് ഒരു 50 വർഷം മുമ്പ് ജീവിച്ച ഒരാളായിരുന്നെങ്കിൽ ഇയാളൊരു കവിയായിട്ട് പ്രസിദ്ധനായനെ. ഈ നോവൽ മുഴുവനായിട്ട് വായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സുഭാഷ് ചന്ദ്രൻ ഈ നോവൽ മുഴുവനായിട്ട് എഴുതാൻ, ഒരു ചെറുകഥ അല്ല, ഇതൊരു നോവലിൻ്റെ തുടക്കം മാത്രമാണ് ഞാൻ കരുതുന്നത്. ടീച്ചറിനെ പോലൊരു വലിയൊരാൾ ഞാൻ ബഹുമാനിക്കുന്നതാണ്. ഞാൻ അവരുടെ വരികളൊക്കെ കുട്ടിക്കാലത്ത് വീടിൻ്റെ ചുമരിൽ വലുതായിട്ട് എഴുതി ഒട്ടിച്ചു വെച്ച ആളാണ്. ഒരു താരകയെ കാണുമ്പോൾ അത് രാവു മറക്കും, പുതുമഴ കാണുക വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ട് അത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും പാവം മാനവ ഹൃദയം എന്നൊക്കെയുള്ള വരികൾ ചുമരിൽ വലുതായിട്ട് എഴുതി വെച്ച് അവരെ ആരാധിച്ച് വളർന്നൊരു കുട്ടിയായിരുന്നു. ടീച്ചർ അത് പറഞ്ഞപ്പോൾ എനിക്കത് ശരിക്കും ഒരു അനുഗ്രഹം പോലെ തോന്നുകയും ഞാനങ്ങനെ അതിൻ്റെ രചനാ പരിശ്രമങ്ങളിലേക്ക് വീണ്ടും വരികയും ചെയ്തു. എൻ്റെ മനുഷ്യനാമോ എന്ന നോവലിൻ്റെ 14-ാമത്തെയോ 15-ാമത്തെ അധ്യായമാണ് പിന്നീട് നോവലായപ്പോൾ ഈ പറഞ്ഞ അധ്യായം. ചെറുകഥയായിട്ട് വന്നത് നോവലായപ്പോൾ അതിൻ്റെ 13-ാമത്തെ മറ്റു അധ്യായമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ആ ഒടുങ്ങാത്തൊരു ആഗ്രഹം, അമരൻ ആകണം എന്നുള്ള ഒരു കൊതി, ചാവുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പോകണം എന്നുള്ള കൊതി കൊണ്ടാണ് തീർത്തത്. പക്ഷേ ഈ നോവൽ തുടങ്ങുന്നത് ധീരനും സ്വതന്ത്രനും സർവോപരി സർഗാത്മകനുമായ മനുഷ്യ ശിശു 60-70 വർഷം കൊണ്ട് സ്വന്തം സൃഷ്ടിപരത വംശവൃദ്ധിക്ക് വേണ്ടി മാത്രം ചെലവിട്ട് ഒടുവിൽ വൃദ്ധവേഷം കെട്ടിയ വലിയൊരു കുട്ടിയായി മരിച്ചു പോകുന്നതിനെയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവളെ, എനിക്ക് മനുഷ്യനായി പിറന്നതിൽ അഭിമാനിക്കാൻ ഒന്നുമില്ല എന്ന് ജിതേന്ദ്രൻ ആൻമേരിക്ക് എഴുതുന്ന കത്തിലൂടെയാണ് ഈ നോവലിൻ്റെ തുടക്കം. പക്ഷേ അങ്ങനെ സൃഷ്ടിപരത ഇല്ലാത്ത ഒരു എഴുത്തുകാരനെ അല്ല നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന നോവലിൻ്റെ 1,00,000 പതിപ്പുകൾ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള കനപ്പെട്ട പഠനങ്ങളുടെ ഒരു പുസ്തകമാണിത്. ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് സേതു പാർവതി എസ് എന്ന് പറയുന്ന ഒരാളാണ്. ഈ സേതു പാർവതി എസ് സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരൻ്റെ മകളാണ്. ഇതിൽ കൂടുതൽ അഭിമാനിക്കാൻ എന്താണ് ഒരു പിതാവിനുള്ളത്? സത്യത്തിൽ അപമാനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒടുങ്ങിത്തീരലിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന നോവൽ എഴുതിയ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ തൻ്റെ എഴുത്തിനെ പറ്റിയിട്ട് വളരെ ഊറ്റത്തോടു കൂടി തന്നെ സംസാരിച്ചിരുന്ന, ആത്മവിശ്വാസത്തോടു കൂടി സംസാരിച്ചിരുന്ന വലിയൊരു പത്രാധിപരുടെ കസേരയിൽ ഇരിക്കുന്ന ആളാണ് സുഭാഷ് ചന്ദ്രൻ. പുതിയ എഴുത്തുകാരോട്, അല്ലെങ്കിൽ മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന 1,00,000 കോപ്പിയിലേക്ക് കടന്നിരിക്കുന്ന ആ നോവലിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, തനിക്ക് തോന്നുന്ന അഭിമാനബോധത്തെക്കുറിച്ച് പുതിയ എഴുത്തുകാരോട്, പുതിയ തലമുറയോട്, വായനക്കാരോട് സംസാരിച്ചേ മതിയാവും. പിന്നെ അത് പുസ്തകത്തിൻ്റെ പ്രചാരം 1,00,000 കോപ്പി എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഹെർമൻ മെൽവിലിൻ്റെ മൊബിഡിക്ക് എന്ന് പറയുന്ന വിശ്വോത്തരമായ നോവല്, അതിൻ്റെ ആദ്യത്തെ പതിപ്പ് ഇറങ്ങിയപ്പോൾ വെറും 64 കോപ്പികളാണ്. 64,000 അല്ല, 640 അല്ല, 64 കോപ്പികളാണ് വിറ്റുപോയത്. അദ്ദേഹം 24-ാമത്തെ വയസ്സിൽ എഴുതിയ നോവലാണ് അതെന്നാണ് അറിയുന്നത്. 31 വയസ്സായപ്പോഴേക്കും മെൽവിൽ എഴുത്ത് നിർത്തി. 57 വയസ്സ് വരെ ജീവിച്ച മെൽവിൽ അവിടെ ഒരു ടാക്സ് പ്രാക്ടീഷണറായിട്ട് ജീവിതം കണക്കുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച് അവസാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം എഴുതിയ ചെറിയ ചെറുകഥകളൊക്കെ ചേർത്തിട്ട് പുസ്തകമുണ്ട്. അപ്പോൾ പക്ഷേ മെൽവിലിന് ഇപ്പോൾ വായിക്കുമ്പോൾ, മൊബിഡിക്ക് നമ്മളിപ്പോൾ എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. ഇത്രയധികം ക്രിയേറ്റിവിറ്റിയുള്ള, ഇത്രയധികം ദൈവം എന്ന് എനിക്ക് ദൈവസങ്കല്പം ഒന്നുണ്ട്, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഊർജ്ജത്തെയാണ് ഞാൻ ദൈവമായിട്ട് കരുതുന്നത്. എല്ലാ ക്രിയേറ്റിവിറ്റിയും ദൈവമാണ് എന്ന് വിചാരിക്കുന്നതാണ്. സൃഷ്ടിപരത അടക്കം, വെറും സന്തതി ഉൽപ്പാദനം അടക്കമുള്ള എല്ലാ ഊർജ്ജത്തെയുമാണ് ഞാൻ ദൈവം എന്ന് വിളിക്കാം. ആ ദൈവം ശരിക്കും അനുഗ്രഹത്തിൻ്റെ വെള്ളത്തിൽ മുക്കി പുറത്തേക്ക് വെച്ച ഒരാളാണ് മെൽവിൽ. അത് വായിക്കുമ്പോൾ, ഓരോ താള് വായിക്കുമ്പോഴും അറിയാം. തിമിംഗലത്തെ ഇങ്ങനെ നനുത്ത പീസുകളായിട്ട് അരിയുന്നത്, കനം കുറഞ്ഞ പീസുകളായിട്ട് അരിയുമ്പോൾ മെൽവിൽ പറയും ബൈബിൾ പേജസ് എന്ന് പറയും. അതായത് അന്നത്തെ ബൈബിൾ പേജാണ് ഏറ്റവും നനുത്ത കനം. അങ്ങനെ പറയുന്ന മെൽവിലിനെ 64 പേരെ വായിച്ചുള്ളൂ അക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ അച്ചടിക്കപ്പെട്ട കോപ്പികളുടെ എണ്ണത്തിനെ പ്രതി ആരെങ്കിലും എന്നെ പ്രശംസിക്കുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവും. കാരണം അതല്ലല്ലോ ഒരു 15 പൈസ കാർഡിൽ, 25 പൈസ കാർഡിൽ, അല്ലെങ്കിൽ ഒരു ഇല്ലൻറ്റിൽ, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജിൽ
നിങ്ങളുടെ ആ പുസ്തകത്തിലെ ആ വരി എന്നെ സ്പർശിച്ചു, അല്ലെങ്കിൽ ആ പ്രയോഗം എൻ്റെ ഹൃദയത്തിൽ തൊട്ടു എന്ന് പറഞ്ഞ ഒരു മെസ്സേജാണ് നമ്മുടെ ഈ എണ്ണത്തേക്കാൾ വലിയതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ 10-15 വർഷമായി ഈ പുസ്തകം ഇറങ്ങിയിട്ട്. അതിൻ്റെ സൈനുൽ ആബിദ് ഡിസൈൻ ചെയ്ത, അതിലേക്ക് വരുന്നുണ്ട്, അത് കവറോട് കൂടിയാണ് ഇപ്പോൾ 37ാമത്തെ പതിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ 1,00,000 കോപ്പികൾ എന്ന് പറയുന്നത് വിപിൻ അറിയാവുന്ന 3.5 കോടി മലയാളികളുള്ള ഒരു സമൂഹത്തിൽ 1,00,000 എന്ന് പറയുന്നത് 0.0023 അങ്ങോട്ട് വരും. അതായത് ഈ ജനസാമാന്യത്തിൽ നിന്ന് സുഭാഷ് ചന്ദ്രനെ വായിച്ചിട്ടുള്ള ആളുകളെ മൈനസ് ചെയ്താൽ വീണ്ടും 3.5 കോടി തന്നെ അവശേഷിക്കും. ഏതാണ്ട് ചെറിയ വ്യത്യാസത്തോടെ അവശേഷിക്കും. അവരാരും നമ്മളെ കേട്ടിട്ട് പോലില്ല, കണ്ടിട്ട്. ഞാൻ പക്ഷേ എഴുതുന്നത് നമ്മുടെ ഭാഷ വായിക്കാൻ അറിയാവുന്ന എല്ലാവരും ഇത് നാളെ വിളക്ക് കത്തിച്ച് വെച്ച് വായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ കുറച്ച് എഴുതുന്ന ഒരാളാണ്. ഇതാണ് എൻ്റെ അഹങ്കാരമെന്നും നേരത്തെ പറഞ്ഞ പോലെ ആ കസേരയിൽ പണ്ടിരുന്ന ആൾക്കുണ്ടായ ഊറ്റം എന്നൊക്കെ പറയുന്നതിന് തോന്നിപ്പിക്കുന്ന ഇതാണ്. നമുക്ക് ആകെ ഇതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. നമ്മൾ അന്യഥ ബാക്കി എല്ലാ കാര്യത്തിലും സുഭാഷ് ചന്ദ്രൻ ഒരു ബിഗ് സീറോ ആയിട്ടാണ് ഞാൻ സ്വയം കരുതുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ അക്ഷരം എന്ന് പറയുന്ന ഈ വിദ്യ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് വെച്ച് എനിക്ക് മാജിക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു ചെപ്പടി വിദ്യക്കാരന് കൈവിരലുകൾ നഷ്ടപ്പെട്ടതുപോലത്തെ ഒരു ദുഃഖമാണ് എനിക്ക് എഴുതാതിരിക്കുമ്പോൾ ഉള്ളത്. കാരണം എനിക്ക് എൻ്റെ കൈയടക്കം പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് മനുഷ്യനാമുഖം വായിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, വിൽക്കപ്പെടുന്നു കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും അത് എത്രമാത്രം യഥാർത്ഥത്തിൽ വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ സങ്കടവും അതിൻ്റെ ഒപ്പം തന്നെ എനിക്കുണ്ട്. തീർച്ചയായിട്ടും സാഹിത്യകൃതികളൊക്കെ തന്നെ അതിനേക്കാൾ വളരെ കുറവാണ് വായിക്കപ്പെടുന്നത്. സാഹിത്യത്തിനൊരു ധർമ്മമുണ്ടല്ലോ, ആ ധർമ്മം അത് നിറവേറ്റട്ടെ എന്നാണ് പറയുന്നത്. ഈ നോവലിൻ്റെ തുടക്കത്തിലെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്നാണ്. നോവലിലെ ജിതേന്ദ്രൻ ആദ്യം തന്നെ മരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ജിതേന്ദ്രൻ ആ നോവലിൽ മരിക്കുന്നത് അടുത്ത കൊല്ലമാണ്, 2026 അദ്ദേഹം മരിക്കേണ്ടത്. അന്ന് ഇങ്ങനെ ഒരു കവർ, ഇത് അതിൻ്റെ 1ാം പതിപ്പാണ്. ഇവിടെ കക്കൂസിലും മറ്റുമൊക്കെ വരച്ച് വെക്കുന്ന ചില അശ്ലീല ചിത്രങ്ങൾ എന്നുള്ള നിലയിലൊക്കെ ചില ആൾക്കാർ നെറ്റിച്ചുളിച്ച ഈ കവറിൽ മരണവും ജനനവും ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഡിസൈൻ എന്നല്ലാതെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ സൈനുൽ ആബിദ് ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിൻ്റെ ചർച്ചകൾ എങ്ങനെയായിരുന്നു? മനുഷ്യനാമുഖത്തിന് ആദ്യം കിട്ടിയ പുരസ്കാരം സൈനുൽ ആബിദിന് കിട്ടിയ ശങ്കരൻകുട്ടി സ്മാരക കവർ ഡിസൈനിങ്ങിൻ്റെ പുരസ്കാരമാണ്. ആ പുസ്തകം ആദ്യമായിട്ട് ഏതെങ്കിലും പുരസ്കാരത്തിൻ്റെ പേരിൽ പത്രത്തിൽ വന്നത് സൈനുൽ ആബിദിന് കിട്ടിയ കവറിൻ്റെ ഇതിനകത്താണ്. സൈനുൽ ആബിദ്, ഞാൻ സൈനുൽ ആബിദിനായ തമ്പുരാനെ എന്ന് വിളിക്കുന്ന എൻ്റെ സുഹൃത്താണ്. ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ അത്ഭുതകരമായിട്ടുള്ള കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ഇത് ഈ പുസ്തകത്തിൻ്റെ കവർ ചെയ്യാൻ ആബിദിനെ ഏൽപ്പിച്ചപ്പോൾ ആബിദ് എന്നോട് ആദ്യം പറഞ്ഞു, സുഭാഷേട്ടാ എനിക്കത് മുഴുവൻ വായിക്കാനൊന്നും സമയമില്ല, കാരണം നല്ല പണിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആബിദ് ജനിച്ചിട്ട് മരിക്കുന്നത് വരെയുള്ള ഒരു സംഭവമാണ്. അതായത് മരണത്തിന് മുമ്പുള്ളൊരു വെപ്രാളാണ് ജീവിതം എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ചോദിക്കുമ്പോഴൊന്നും തയ്യാറായിട്ടില്ല. പുസ്തകം ഇറങ്ങാൻ വൈകുന്നത് കവർ ചെയ്യാനുള്ള മടി കൊണ്ടും ഉദാസീനത കൊണ്ടും ആശയം കിട്ടാത്തതുകൊണ്ടും മാത്രം പുസ്തകം വൈകുന്ന ഒരു ഘട്ടം വരെ എത്തി. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് സുഭാഷേട്ടാ അവരോട് വിളിച്ച് ചോദിക്കൂ, ഞാനൊരു പുതിയ കവർ ചെയ്യാം, അത് ഡബിൾ കവറായിരിക്കും, അതിൽ 2 കവർ ഉണ്ടാവും മുന്നിൽ, അതിനകത്ത് ഒരു കവർ തുറക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത കവർ കാണുന്ന രീതിയിൽ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ഇതിൻ്റെ ഒരു പ്രാകൃത രൂപം ആദ്യത്തെ ഒരു ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു സംശയം എന്ന് വെച്ചാൽ, ഇത് ഒരു കവ അകത്തി കിടക്കുന്ന ഒരു സ്ത്രീയുടെ ഉപസ്ഥമാണ്. അത് ഇങ്ങനെ റഫായിട്ട് തന്നെയാണ് വരച്ചു തന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു? നമ്മുടെ മലയാളി എല്ലാത്തരം സുഭാഷ് ചന്ദ്രനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തിന്നാനുള്ള റെഡിയായിട്ടുള്ള ആളുകൾ ലോകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ ഇത് പ്രശ്നമാവില്ലേ? അതില്ലാത്തതിൽ ആലോചിക്കാം. പക്ഷെ അത് തുറക്കുമ്പോൾ ജനനമായിട്ട് കാണും. ഒരു കുഞ്ഞിൻ്റെ ശിരസ് വൾവയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ദൃശ്യമായിട്ട് കവറുണ്ടാവും. പക്ഷെ അത് തുറക്കുമ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ ശിരസായിട്ട് കണ്ടത് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ നിറകിയാണ് എന്ന് തിരിച്ചറിയും. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ കഷ്ടപ്പെട്ട് 500ഓളം പേജുകളിൽ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇയാൾ ഒറ്റ ഡിസൈനിൽ ചെയ്തിരിക്കുകയാണ്. വലിയൊരു നമസ്കാരം ആബിദിന് പറയുന്നു. അവൻ്റെ അപ്രതിമമായിട്ടുള്ള പ്രതിഭാശക്തിയായിട്ട് ഒരുപാട് കാലം നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് വലിയ അത്ഭുതം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ 37ാം പതിപ്പ് 1,00,000 കഴിഞ്ഞപ്പോൾ DC വീണ്ടും വന്നു. ഇത്
നമ്മുടെ UAE പോലെ ചില രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇറാൻ, ഇറാഖ് അങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ ഇത് നിരോധിച്ചു ഇതിൻ്റെ കവർ. ഇത് കീറിയിട്ട്, ഈ കവർ കീറിയിട്ടാണ് സൗദി അറേബ്യയിലും മറ്റേ ഈ കവർ കീറിയിട്ടാണ് അവർ വിൽക്കാൻ വെച്ചത്. കാരണം ഇത് കണ്ടാൽ അവർക്ക് മലയാളം അറിയില്ലല്ലോ. അപ്പോൾ ഇതെന്തോ ഒരു ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിൽ വരയ്ക്കുന്ന ഒരു പടമാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് മാറ്റിയിട്ടാണ് കൊടുത്തത്. നമ്മൾ മഹത്തായിട്ടുള്ള ഏത് കൃതികളും അതിനു മുമ്പേ വന്നിട്ടുള്ള മഹത്തായിട്ടുള്ള കൃതികളിലെ ചില സന്ദർഭങ്ങളെ, കഥാപാത്രങ്ങളെ, അവരുടെ ഭാഷണങ്ങളെയൊക്കെ അനുസ്മരിപ്പിക്കാറുണ്ട്. ഞാൻ വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും പല എഴുത്തുകാരെയും, മനുഷ്യനൊരു ആമുഖത്തിൽ ഒരുപാട് എഴുത്തുകാരുടെ ഓർമ്മകൾ ഞാനെന്ന വായനക്കാരിൽ ഉണർത്തിയത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാറാപിള്ളയെ പറ്റി പറയുന്ന ഒരു വാചകമുണ്ട്. നാറാപിള്ള കുടിയനായിരുന്നു, നാറാപിള്ള കുറ്റിയനായിരുന്നു, നാറാപിള്ളയ്ക്ക് കരിവീട്ടിയുടെ നിറമായിരുന്നു, യൗവനാരംഭത്തിൽ തന്നെ കുടിയേറിയ കഷണ്ടി നാറാപിള്ളയുടെ വിചിത്രാകൃതിക്ക് ദൈവം വെച്ചു കൊടുത്ത തിളങ്ങുന്ന കഷണ്ടിയായിരുന്നു. ഇത് വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് മറ്റൊരു കഥയുടെ തുടക്കം ഓർത്തു. പെനാങ്കിൽ നിന്നൊരു കമ്പി, മടത്തിരാമൻ ആസന്നം. മരിച്ചു കഴിഞ്ഞാണ് ഉടൻ പുറപ്പെടുക, മരിച്ചു കഴിഞ്ഞാണ് ഇങ്ങനെയുള്ള കമ്പി അടിക്കുക, ആസന്നം. അപ്പോൾ മടത്തിരാമൻ മരിച്ചു, ചത്തു വീണു. ദുഷ്ടന്മാർ മരിച്ചു പോകുന്നു, ശിഷ്ടന്മാർ തിരിച്ചു പോകുന്നു. അത്രയ്ക്കേ ഉള്ളൂ വ്യത്യാസം. വളരെ കുറച്ച് പേരെ തിരിച്ചു പോകാറുള്ളൂ, കാരണം നല്ലവർ ചുരുക്കമാണ്. ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ധ്വനി അതിനകത്തടിക്കും. അതേസമയം ഈ നാറാപിള്ളയുടെ മുതുമുത്തച്ഛനായിട്ടുള്ള അയ്യാപിള്ള കഴിവിൽ കിടന്നിട്ട് ഭ്രാന്തൻ ജൽപ്പനങ്ങൾ നടത്തുന്നുണ്ട്. കുടുംബ വെച്ച് മേലും കീഴും മയർകളക, വെളുത്ത പുടവ ഉടുത്ത് ഉപാസകനാകാം, പഞ്ചശിക്ഷ പാദം പഠിക്കുക, പൂണൂല് കാലൂടെ അഴിച്ച് കുടുമയും മുറിച്ച് കയ്യിൽ പിടിച്ച് ഊർദ്ധലോകം ഗച്ഛ എന്ന് ചൊല്ലുക, ഭ എന്ന് പറഞ്ഞ് ഒടുക്കത്തെ ആട്ടാട്ടി ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന അയ്യാപിള്ള. ഇത് വായിക്കുമ്പോൾ ഉറപ്പായും എൻ്റെ മനസ്സിലേക്ക് ക്ലാസിക് കൃതിയായ ധർമ്മരാജയിലെ ചിലമ്പിനകത്ത് കാളിയുടയാൻ ചന്ദ്രക്കാരൻ ഇരുട്ടിലേക്ക് ഓടിമറയുന്ന രംഗമാണ് മനസ്സിലേക്ക് വരുന്നത്. എടാ ഇരുള, വിഴുങ്ങുവാതുറം നീ മുന്നയനെ, നീയല്ലാണ്ട് കാലമേത് കലിയേത് ഉശിരുടയാൻ കാലനം നീ തന്നെടാ പടച്ചവരുളെ. തായെന്ന് ചൊല്ലി ഇവിടെ വയറ്റിരുട്ടിൽ തോന്റി മനുഷ്യരെ പെരട്ടിരുട്ടിൽ ഇരുട്ട വെടിയവലെന്ന് തിരുമ്പാമ്പാങ്കുഴി ഇരുട്ടിൽ തൊലയണ ഈ കൊണംകെട്ട ഇരുളിന് കരിങ്കൂരിരുളെ നീയെ നെടുകതി എന്ന് പറഞ്ഞുകൊണ്ട് അന്ധകാരത്തിലേക്ക് മറയുന്ന തമോമൂർത്തിയായ ചിലമ്പിനകത്ത് കാളിയുടയാൻ ചന്ദ്രക്കാരനെ ഞാൻ ഓർത്തുപോയി. ഇതിനകത്തെ വാക്യഘടനയിലും എഴുത്തിലുമൊക്കെ ഇത്തരത്തിൽ മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന, എഴുത്തുകാരൻ പണിപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ ഗരിമയാർന്ന ഭാഷയുണ്ട്. CV എത്തരത്തിൽ, അല്ലെങ്കിൽ മുൻഗാമികളായിട്ടുള്ള എഴുത്തുകാരൊക്കെ നമ്മൾ അതിവർത്തിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും എത്രമാത്രം സ്വാധീനമായിട്ടുണ്ട് ഇതിൻ്റെ രചനയിൽ? നല്ലൊരു ചോദ്യമാണ്. ഞാനത് നമ്മുടെ 100 വർഷത്തെ മലയാളിയുടെ വൈകാരിക ചരിത്രം എഴുതാനാണ് ശ്രദ്ധിച്ചത്. മലയാളിയുടെ വൈകാരിക ചരിത്രം എന്ന് പറയുമ്പോൾ ഗദ്യാഖ്യാനങ്ങളിലൂടെ വെളിപ്പെട്ടിട്ടുള്ള ഒരു സാമ്പ്രദായിക രീതികളിൽ നമ്മൾ പലപ്പോഴും പിൻപറ്റിയിട്ടുണ്ട്. അപ്പോൾ മലയാള നോവലിന് ഏതാണ്ട് 100 വർഷം പൂർത്തിയായ സമയത്താണ് ഞാൻ ഈ നോവലിൻ്റെ ബീജാഭാവം എൻ്റെ മനസ്സിൽ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ആ നോവല് 100 വർഷത്തെ മലയാളിയുടെ ചരിത്രം പറഞ്ഞു പോകുമ്പോൾ അതാത് ഘട്ടങ്ങളിൽ, അതാത് കാലങ്ങളിൽ ഏറ്റവും ഗംഭീരന്മാരായിട്ടുള്ള എഴുത്തുകാർ ആവിഷ്കരിച്ച ഗദ്യ മാതൃകകൾ ഇതിനകത്ത് ബലം കൊടുക്കുമെന്ന് എഴുതി. കാരണം അപ്പോൾ നമുക്ക് കാലം ശരിക്കും, ഇപ്പോൾ CV-യുടെ ഇപ്പോൾ പറഞ്ഞ നീയേ നെടുഗതി എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ ഭാഗം ഒരു കാലത്തിൻ്റെ കൂടി ഓർമ്മയാണ്. അതിപ്പോൾ എഴുതി കഴിഞ്ഞാൽ അത് ആ മട്ടിൽ, ഇപ്പോൾ CV രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വിവർത്തനം തന്നെ വാക്കാൻ ഉപയോഗിക്കണം, കാരണം ഇത് മനസ്സിലാവില്ല കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് കുട്ടികളുടെ പണ്ടൊരു മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞിട്ട് CV-യുടെ ഞാൻ മാർത്താണ്ഡവർമ്മ കുട്ടികൾക്ക് വേണ്ടി മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പല കാലങ്ങളിലായിട്ട് മാറി വന്നിട്ടുള്ള CV രാമൻപിള്ള തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ മാതുലനാണ്. മാതുലൻ, അമ്മാവൻ എന്നുള്ള വാക്കാണെങ്കിലും അമ്മയ്ക്ക് തുല്യനായിട്ടൊരാളാണ്. തീരങ്ങളില്ലാത്ത ഒരു അഗ്നിസമുദ്രം എനിക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ ആളാണ് CV രാമൻ. തീരങ്ങളില്ലാത്ത ഒരു അഗ്നിസമുദ്രം എനിക്ക്, അത് ഊറ്റമാണ്, ഒരു എഴുത്തുകാരൻ്റെ ഊറ്റത്തിൻ്റെ പരമകാഷ്ഠയാണ്. ഇത് സുഭാഷ് ചന്ദ്രനോ ബിപിൻ ചന്ദ്രനോ അങ്ങനെ പറഞ്ഞ ആൾ നമ്മളെ ഓടിച്ചിട്ടിരിക്കും, ഇവൻ ആരടാന്ന് ചോദിക്കും. പക്ഷെ അന്ന് അങ്ങനെ പറയുവാനുള്ള ശക്തി സമൂഹം അവർക്ക് കൊടുത്തിരുന്നു. എഴുത്തുകാരൻ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് തോന്നിക്കുന്ന കാര്യത്തിൽ ചന്ദ്രക്കാരൻ തൻ്റെ സപ്രമഞ്ചത്തിലേക്ക് മറിഞ്ഞു വീഴുന്ന രംഗം എഴുതുമ്പോൾ CV രാമപിള്ള വാല് കണ്ടിച്ച നക്രത്തെ പോലെ പിന്നിലേക്ക് മറിഞ്ഞു എന്ന് പറയും. വാല് കണ്ടിച്ച നക്രം എന്ന് വെച്ചാൽ മുതലയാണ്. മുതലയുടെ ഏറ്റവും ഇളയ അനിയനെ ഗൗളിയെ നമുക്കറിയാം, വാല് മുറിച്ച് കളയും. ഗൗളിക്ക് പല്ലിക്ക് വാല് മുറിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ നക്രത്തിന്, മുതലയ്ക്ക് അതില്ല. CV പക്ഷേ ഈ വലിയ ഗംഭീരനായ ഒരു കഥാപാത്രം സങ്കല്പിക്കുമ്പോഴും അയാൾ കിടക്കയിലേക്ക് മറിയുന്നതിനെ പറ്റി എഴുതുമ്പോൾ വാല് മുറിച്ച നക്രം എന്ന് എഴുതും. അത് ഈ സങ്കല്പിക്കുവാനുള്ള ആ ഒരു ഊർജത്തിൻ്റെ പരമകാഷ്ഠയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ CV അതുകൊണ്ട് പുതിയ കാലത്തെ കുഞ്ഞുങ്ങൾ
പുതിയ എഴുത്തുകാർ സി വി വായിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ഭാഷ എത്തിയ അധിക തുങ്ക പദങ്ങളിലൊന്നാണ് സി വിയുടെ ഭാഷ. പക്ഷേ ആ നോവലിൻ്റെ അനുക്രമമായിട്ടുള്ള വികാസത്തിൽ സി വിയുടെ നോവലുകൾക്ക് ശേഷം വന്ന തകഴി ദേവ്, ബഷീർ തുടങ്ങിയവരുടെ അവരാ കൈക്കൊണ്ടുള്ള ആഖ്യാന ഭാഷ, പിന്നീട് വന്ന MT മുതലായ വളരെ വൈകാരികമായിട്ട് ഗദ്യത്തെ കൈകാര്യം ചെയ്യുന്ന ഭാഷ, അങ്ങനെ അതിൻ്റെ മാറ്റങ്ങൾ കാണാം. അവസാനത്തെ 25 വർഷങ്ങളിലാണ് സുഭാഷ് ചന്ദ്രൻ്റെ ഒരു ഭാഷ നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് ആ പരിണാമം നമ്മളൊരു തുടർച്ച മാത്രമാണ്, ഒരു വലിയ പ്രവാഹത്തിൽ തുടർച്ച മാത്രമാണ്. സുഭാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു അസ്തിത്വമൊന്നും ലോകത്തില്ല. ഞാൻ ചത്തുപോയാലും ഇതിങ്ങനെ അനന്തമായിട്ട് ഒഴുകേണ്ടുന്നൊരു ഭാഷ നമുക്കുണ്ട്. അത് ഞാൻ അവരിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ പൂർവികരിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള വലിയൊരു പ്രവാഹത്തിൻ്റെ ഒരു തുള്ളി മാത്രമാണ് ഞാൻ. അപ്പോൾ ആ ഒരു തിരിച്ചറിവോടെ എഴുതിയപ്പോൾ, 100 വർഷത്തെ മലയാളത്തിൻ്റെ വൈകാരിക ചരിത്രം എഴുതിയപ്പോൾ മികച്ച ഗദ്യ മാതൃകകളെ ഞാൻ പിൻപറ്റിയിട്ടുണ്ട്. ഇതിനോട് അനുബന്ധമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ മെൽവിലിൻ്റെ നോവലിൻ്റെ തുടക്കം കോൾ മീ ഇഷ്മായിൽ ഒരു ലളിതമായ വരിയിൽ നിന്നാണ് മൊബിഡിക്ക് തുടങ്ങുന്നത്. അവസാനം ആ ഇഷ്മായിൽ മാത്രം കഥ പറയാനായിട്ട് അവശേഷിക്കുന്നു. ഇവിടെയും ഈ നോവൽ തുടങ്ങുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു വരിയിലാണ്. പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വാചകത്തിലാണ് തുടങ്ങുന്നത്. പക്ഷേ ഈ നോവലിൻ്റെ മൊത്തത്തിലുള്ള ഒരു സിൻടാക്സും എറ്റിമോളജിയും സ്പെഷ്യലി പഠിക്കേണ്ട ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വാക്യഘടനയിൽ മലയാളം MAക്ക് 1ാം റാങ്ക് കിട്ടിയ ഒരാളോട് ചൂർണിക എന്താണ്, മഹാവാക്യം എന്താണ്, ആഖ്യം എന്താണ്, ആഖ്യാതം എന്താണ് എന്നുള്ളതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് സാധാരണ ഇപ്പോൾ മുകുന്ദൻ എഴുതുകയാണെങ്കിൽ അനൈച്ഛികമായി എന്ന് പറയുന്ന ഒരു വാക്കിന് പകരം അറിയാതെ എന്നുള്ള ഒരു സംഗതിയായിരിക്കും പറയുന്നത്. ഇതിനകത്ത് തമാശ പറയുന്ന ഭാഷയിൽ മൂത്രമദ്ഭാവം എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു സംസ്കൃതീകരണം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ വാചകം തന്നെ വളരെ ദീർഘമായിട്ടുള്ള ഒരു മഹാവാക്യങ്ങളുടെ പരമ്പര ഇതിനകത്ത് കാണാം. 54-ാം വയസ്സിൽ കുട്ടിക്കാലത്ത് താൻ ക്രിക്കറ്റ് കളിച്ചിരുന്ന മൈതാനത്ത് ഈയിടെ മുളച്ചു പൊന്തിയ കൂറ്റനെടുപ്പിൻ്റെ 8ാം നിലയിലെ ഫ്ലാറ്റിൽ ഭാര്യയുമൊത്ത് പാട്ട് കേട്ടിരിക്കെ വയറ്റിൽ ഇക്കിളി പോലെ ആരംഭിച്ച ഒരു വേദന ഹൃദയത്തിലേക്ക് ഇരച്ചു കയറുകയും അനുപല്ലവിക്കും ചരണത്തിനും ഇടയിലുള്ള മനോഹരമായ ഒരു വയലിൻ ആസ്വദിക്കാനാകാതെ കുഴങ്ങിപ്പോവുകയും ചെയ്തപ്പോൾ ഒട്ടൊക്കെ അനൈച്ഛികമായി ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ മരിച്ചു. 1ാം വാചകമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള നീണ്ട നെടുനീളൻ വാചകങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് ഇത് അനൈച്ഛികമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. അപ്പോൾ ഈ പദസ്വീകരണത്തിലും വാക്യഘടനയുടെ നിർമ്മാണത്തിലും നടത്തിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ട് ഒരു അനുബന്ധമായിട്ട് ഞാൻ ചോദിച്ചു. അതും ബോധപൂർവമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 100 വർഷങ്ങളുടെ ശൃംഖലാരൂപത്തിലുള്ള ഒരു ആഖ്യാനാണ് മനുഷ്യനാമുഖം എന്ന് പറയുന്ന കൃതി. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ സഹായിക്കുക ദീർഘങ്ങളായിട്ടുള്ള വാചകങ്ങൾ, ഒരു വാചകത്തിൽ തന്നെയും ഒരുപാട് കാലങ്ങളെ അടയാളപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അതുകൂടി ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ അങ്ങനെ ഒരു സിൻടാക്സ് ഉണ്ടാക്കിയെടുത്തത്. അത് ബോധപൂർവം, വളരെ ബോധപൂർവം ചെയ്തൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ അതിൻ്റെ സങ്കീർണതയെ കുറച്ച് ലളിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജിതേന്ദ്രൻ ആൻമേരിക്ക് അയച്ച കത്തുകൾ എല്ലാ അധ്യായങ്ങളുടെ തുടക്കത്തിൽ എഴുതിയത്. അത് ഈ പറഞ്ഞ വളരെ ലളിതമായിട്ടും വളരെ കാവ്യാത്മകമായിട്ടൊക്കെ തോന്നിക്കുന്ന പ്രണയത്തിൻ്റെ ഒരു മേമ്പൊടിയുള്ള വാചകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. കാരണം എനിക്കിത് ഭയം ഉണ്ടായിരുന്നു, ഇങ്ങനെ വായിക്കുമ്പോൾ ആളുകൾ അത് വായിച്ചെത്തിക്കുമോ, ഒരു പേജ് വായിക്കുമ്പോഴേക്കും ഇവൻ എന്താ ഈ കാണിച്ചു വെച്ചതെന്ന് തോന്നിയിട്ട് അതിൽ നിന്ന് പിന്മാറുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ അധ്യായത്തിൻ്റെ മുകളിലും കുറച്ചൊരു കാവ്യാത്മകമായിട്ടുള്ള സംഗതി, ഇവരെ അതിനകത്തേക്ക് കൊളുത്തിയിടാൻ പറ്റുന്ന ഒരു നങ്കൂരം എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ ആലോചിച്ചത്. പക്ഷേ എനിക്ക് എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് നോവൽ എഴുതി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കൃത്രിമമായിട്ട് പ്രേമലേഖനം എഴുതാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു അക്ഷരം പോലും എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാനിത് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, നിങ്ങൾ എനിക്ക് അയച്ച 100-200 ലേഖനങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ തരാം, വേണമെങ്കിൽ സഹായിട്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ ഷേക്സ്പിയറിന് പോലും എഴുതാൻ പറ്റാത്ത ഗംഭീരമായിട്ടുള്ള പ്രണയം. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രണയം ആരെയാണ് കവിയാക്കാത്തത്. അപ്പോൾ അതിൽ നിന്ന് അവളുടെ അനുഭവത്തോടെ കുറച്ച് ഭാഗങ്ങളൊക്കെ വെട്ടി ഒതുക്കി സഭ്യമായത് മാത്രം പുറത്തേക്ക് കാണിച്ചിട്ട് എഴുതിയിട്ടുള്ള സംഗതി. അതെല്ലാം എൻ്റെ ജയശ്രീക്ക് ഞാൻ എഴുതിയ കത്തുകൾ തന്നെയാണ്. അപ്പോൾ വിപിന് തോന്നാവുന്ന ഈ സങ്കീർണത അല്ലെങ്കിൽ ഈ നെടുങ്കൻ വാക്കുകളുടെ ക്ലിഷ്ടത ഒഴിവാക്കാൻ വേണ്ടി ഒരു എഴുത്തുകാരന് എളുപ്പത്തിൽ ആ കത്തുകളിലേക്ക് ഒന്ന് കണ്ണു വായിച്ചാൽ മാത്രം മതിയാവും. ഞാൻ മനുഷ്യൻ്റെ ആമുഖത്തിനെ പറ്റിയിട്ട് ഒരു പഠനം എഴുതണമെന്ന് പണ്ടുകാലം മുതൽ ഇങ്ങനെ ആഗ്രഹിച്ച് ഞാൻ അതിനിട്ട ടൈറ്റിൽ ഫിക്ഷനിലെ റോബിൻ ജെഫ്രി എന്നായിരുന്നു. കാരണം ഇത് മറ്റൊരർത്ഥത്തിൽ ഫിക്ഷനിൽ എഴുതിയ നായർ മേധാവിത്വത്തിൻ്റെ പതനചരിത്രം കൂടിയാണ്. ഇതിങ്ങനെ നമുക്ക് അനന്തമായിട്ട് വേണമെങ്കിൽ, എനിക്ക് വയറിളക്കം വന്ന ഒരാളായതുകൊണ്ട് വൈകുന്നേരം
രാത്രി വരെ ഇരുന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഓഡിയൻസിലേക്ക് കൂടി ചോദ്യങ്ങൾ നീട്ടേണ്ടതുള്ളതുകൊണ്ട് അതിനു മുമ്പ് പറഞ്ഞു നിർത്താനുള്ള ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു സൗഭാഗ്യം കിട്ടിയത് കൂടി ഞാൻ പറയുകയാണ്. പണ്ട് മഹാരാജാസ് കോളേജിൽ തന്നെ എൻ്റെ വളരെ സീനിയറാണ്, അന്ന് KG ശങ്കരപ്പിള്ള സാറാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. അങ്ങനെ KGS ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനങ്ങനെ ക്ലാസ്സിൽ കയറാറേ ഇല്ല. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെന്ന് പറയുന്ന ലാൽ ജോസ് സിനിമ ഇറങ്ങിക്കിടന്നപ്പോൾ ഞാനതിന് പോയി. അപ്പോൾ സ്ഥിരമായി ക്ലാസ്സിൽ വരാത്ത നമ്മളെ ഒരു ദേഷ്യവുമില്ലാതെ അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ക്ലാസ്സിലെ പെൺകുട്ടികളെല്ലാം കൂടെ അദ്ദേഹത്തിനോട് പരാതി പറഞ്ഞു. അവൻ കണ്ടമാനം കള്ളും കുടിച്ച് അതിലൂടെ ഇതിലൊക്കെ നടക്കുകയാണ്, ക്ലാസ്സിലും വരത്തില്ല, ഒടുങ്ങി തീരുകയുള്ളൂ എന്നുള്ള ഒരു പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, ഏയ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ കാണാൻ പോയതല്ലേ, അങ്ങനെ അസ്തമിക്കത്തൊന്നുമില്ലെന്നേ. കാരണം മഹാരാജാസ് ഒരു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കാണ്. പണ്ട് കവിതയിൽ ഒരു ബാലചന്ദ്രൻ ഉദിച്ചു, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പിന്നീട് കഥയിൽ ഒരു സുഭാഷ് ചന്ദ്രൻ ഉദിച്ചു, അതൊരു ബിപിൻ ചന്ദ്രനല്ലേ, എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അസ്തമിക്കാതെ പുലർന്നുകൊള്ളും എന്ന് പറഞ്ഞു. ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രൻ എന്ന് പേരേ ഉള്ളൂ, എഴുത്തിൽ അത് സുഭാഷ് സൂര്യനാണ്. ഞാൻ വെറുമൊരു ബിപിൻ ചന്ദ്രനാണ്, പ്രകാശമില്ലാത്ത ഈ കിരണങ്ങൾ ഏറ്റിട്ട് അതിൻ്റെ ഒരു വെളിച്ചത്തിൽ പ്രഭയിൽ നിൽക്കുന്ന വലിയ എഴുത്തുകാരുടെ വെളിച്ചം ഏറ്റുവാങ്ങാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളതിൽ ആ ഗുരുനാഥൻ്റെ വാക്കുകൾ കൂടി നെഞ്ചോട് ചേർത്തുകൊണ്ട് എനിക്ക് മറ്റൊരു സൗഭാഗ്യം കൂടെ കിട്ടാനുണ്ട്. കാരണം കുചേലൻ വീട്ടിൽ തിരിച്ചെത്തിയത് പ്രഭുവായിട്ടാണ്. എന്നെ പ്രഭുവാക്കുന്ന ഒരു കാര്യം കൂടി നടത്താനുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ശേഷം എന്ന് ഞാൻ പറയാം. കാരണം ന്യൂജൻ കുചേലന്മാർ ചോദിച്ച് വാങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഓഡിയൻസിൻ്റെ ചോദ്യങ്ങളിലേക്ക് മൈക്കൊന്ന് എത്തിക്കാം. ഒരാൾക്ക് ഒറ്റ ചോദ്യത്തിൽ, അത് കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾക്കൊരു 7 മിനിറ്റ് കൂടെ കിട്ടേണ്ടതാണ് മുറപ്രകാരം. സുഭാഷ് ഏട്ടാ, എൻ്റെ പേര് അരുൺ വടക്കേവേട്. എനിക്ക് ചോദ്യങ്ങളെയൊക്കെ കൂടുതൽ നേരത്തെ പറഞ്ഞ അപ്രിസിയേഷൻസ് ആണ് തരാനുള്ളത്. അതിൽ ഒന്നാമത്തെ വാക്യം എന്ന് പറയുന്നത്, നാറാപിള്ള മരിച്ചു കഴിഞ്ഞാൽ കിണറിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് ഒരു മഴുവിനോട് ഉപമിപ്പിച്ചിട്ടുള്ള ആ ഒരു രംഗം. മറ്റൊന്ന്, കത്തിലെഴുതിയിട്ടുള്ള ഒരു പുസ്തകം തുറന്നു നോക്കുന്നത് കുരങ്ങൻ പേനെടുക്കുന്നത് പോലെയാണ് എന്ന് എഴുതിയിട്ടുള്ള ആ വാക്യങ്ങൾ. ഇത്തരം ആലോചനകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ ഒരു എന്താ പറയുക, പുറകിലുള്ള അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാം. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു മാജിക്ക് പോലെ, ഒരു മാന്ത്രികൻ ഒരു കുടത്തിൻ്റെ അകത്തെ ശൂന്യതയിൽ നിന്നൊരു പൂവെടുത്ത് കാണിക്കുന്നത് പോലത്തെ ഒരു പരിപാടിയാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ നമുക്കറിയില്ല. ഒരു ചെടിയോട് എങ്ങനെയാണ് നീ പുഷ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് മൗനം അവലംബിക്കുന്നത് പോലെ ഒരു എഴുത്തുകാരനോട് ഇങ്ങനെ ചോദിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ നമ്മുടെ നിരീക്ഷണങ്ങൾ, നമ്മൾ മനുഷ്യനെ പറ്റി ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഭാഷയെ പറ്റിയുള്ള നമ്മുടെ ഒരു ധാരണ, എന്ത് പറഞ്ഞാലാണ് ആളുകളുടെ ഹൃദയം കോരിത്തെരിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള നമ്മുടെ ഒരു സഹജമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയൊക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മുടെ ഈ സമയം വളരെ പരിമിതമാണ്. കാലം അതിൻ്റെ കനത്ത കരം കൊണ്ട് ലീലയാൽ ഒന്ന് പിടിച്ചു കുലുക്കിയാൽ പാടെ പതറിക്കൊഴിഞ്ഞു പോകും ബ്രഹ്മാണ്ട പാദപപ്പൂക്കളാം താരങ്ങൾ കൂടിയും. പിന്നെ സാധാരണ മനുഷ്യരുടെ കാര്യം പറയാനില്ലല്ലോ. എന്തായാലും എനിക്ക് ഒരു അനുഗ്രഹം കൂടി തന്നയക്കണം എന്ന് പറയാണ്. ഞാൻ വളരെ ചെറിയ ഒരു ലൈറ്റ് വെടിക്കെട്ടുകാരൻ്റെ ഇടയ്ക്ക് ഉടുക്കുകൊട്ടൽ എന്ന് പറയുന്നത് പോലെ ഒരു പുസ്തകം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി കമ്പനി എന്നാണ് പേര്. അപ്പോൾ ഒരു മഹാരാജാസുകാരൻ മറ്റൊരു വലിയ മഹാരാജാസുകാരനെ പറ്റി എഴുതിയ പുസ്തകം, ശ്രേഷ്ഠനായ ഒരു മഹാരാജാസുകാരൻ ഈ ജനങ്ങൾക്ക് മുമ്പിലൊന്ന് പ്രകാശിപ്പിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. വേദി വാക്കിൽ വെച്ച് ശ്രീ ബിപിൻ ചന്ദ്രൻ്റെ മമ്മൂട്ടി കമ്പനി എന്ന പുസ്തകം സുഭാഷ് ചന്ദ്രൻ പ്രകാശനം ചെയ്യുന്നു. ശ്രീ ബിപിൻ ചന്ദ്രൻ്റെ മമ്മൂട്ടി കമ്പനി.